മക്കയിലെ മുസ്ലിങ്ങളായാലും മദീനയിലെ മുസ്ലിങ്ങളായാലും വലിയ ദാനശീലരാണ്. ഞാനിങ്ങനെ ആ തെരുവിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ ഒരാൾ കട തുറന്നിട്ട് ഒരു നട്സിൻ്റെ കാരക്കയുടെ ഒക്കെ വലിയ ഒരു കച്ചവടക്കാരൻ രാവിലെ കട തുറന്നാൽ അവരുടെ ഒരു വലിയ പെട്ടിയിൽ നിന്ന് കാരക്ക എടുത്ത് അല്ലെങ്കിൽ ഒരു നല്ല തുക വരുന്ന ഒരു വലിയ കാരക്കയുടെ ബോക്സ് പുറത്ത് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ദാനം ചെയ്യും. അത് അവരുടെ ഒരു ശീലമാണ്. ഇപ്പോൾ മക്കയിലെയും മദീനയിലും ഹറം പള്ളിയിൽ ഭക്ഷണത്തിനൊരു പ്രയാസവും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം മനുഷ്യർ ഭക്ഷണം ദാനം ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്ന നല്ല വിശാല മനസ്കരായ ആളുകളെ നമ്മൾക്ക് അവിടെ കാണാൻ കഴിയും. മദീനയിലേക്ക് പോയാൽ മദീന ഒരു കുളിർത്തന്നൽ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. മക്കയിൽ നിന്ന് 6 മുതൽ 10 വരെ മണിക്കൂറുകൾ ബസ്സിൽ സഞ്ചരിച്ചിട്ടോ ഇനി ട്രെയിൻ മാർഗമെങ്കിൽ ഒരു 2 മണിക്കൂർ ട്രെയിനിൽ സഞ്ചരിച്ചിട്ടോ വേണം മദീനയിലെത്താൻ. പക്ഷെ ആ മദീനയിലേക്ക് വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നു. ഭൂമിശാസ്ത്രപരമായി അത്ര കാണാൻ വലിയ സൗന്ദര്യമുള്ള സ്ഥലമൊന്നുമല്ല മദീനയിൽ അത്ര കൂടുതൽ ആളുകൾ എത്താൻ അത് പ്രവാചകന്റെ ഭൂമിയാണ്. മദീനയിലും പ്രവാചകന്റെ വലിയ ചരിത്രമുണ്ട്. മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട പ്രബോധനത്തിൻ്റെ പേരിൽ പലായനം ചെയ്യപ്പെട്ട പ്രവാചകന് മദീന നൽകിയ ആതിഥ്യമുണ്ട്. മക്കയിൽ നിന്ന് കടന്നുപോയ ആളുകൾക്ക് സമ്പത്തിൻ്റെ പകുതി നൽകി വലിയ രീതിയിൽ സ്വീകരിക്കുന്ന മദീന നിവാസികളെ ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞു. ആ ആതിഥ്യ മര്യാദ അവരുടെ ചോരയിൽ, അവരുടെ പിൻഗാമികൾ. മദീന ഒരു ശാന്തമാണ്. മദീനയിൽ മസ്ജിദ് നബവിയുടെ ചുറ്റുവട്ടങ്ങളിൽ വ്യത്യസ്തമായ ചരിത്ര ഭൂമികളുണ്ട്. അവിടെയൊക്കെ ശാന്തമാണ്, ശാന്തരായ മനുഷ്യരാണ്, വലിയ ആതിഥ്യ മര്യാദയാണ്. അവിടെയും ജന്നത്തുൽ ബഖീഉണ്ട്. അവിടെയൊക്കെ ഖബറുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബർ സ്ഥിതി ചെയ്യുന്ന റൗള ഷരീഫിൽ പോലും കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡുകൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ മക്ക മദീന യാത്ര ഹൃദ്യമായ അനുഭവമായിരുന്നു.